സേവൂസ്. അപ്പം നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഐപ്സി എന്ന് പറഞ്ഞൊരു ലേക്കിലേക്കാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സുപ്പിറ്റ്സെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ പറ്റി കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ സുപ്പിറ്റ്സയുടെ താഴെയുള്ള ഒരു ലേക്കാണ്, താഴത്ത് സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ഐപ്സി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ലേക്കാണ് ബവാരിയയിലുള്ള. നല്ല വാട്ടർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. പിന്നെ സറൗണ്ടഡ് ബൈ മൗണ്ടൈൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളത് മ്യൂണിക്കിലാണ് ആസ് യൂഷ്വൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റീജിയണൽ എക്സ്പ്രസ് ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് ഉള്ളവർക്കാണെങ്കിൽ, അതായത് ജർമ്മൻ ട്രാവൽ പാസ് അപ്പോൾ അതുണ്ടെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ എല്ലായിടത്തും നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുത്ത് ഇവിടെ ഗാർമിഷ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, അതിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടാണ് നമ്മൾ ഈ പോണത്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ബസ് അത്യാവശ്യം ഫുള്ളാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അഗൈൻ വീക്കെൻഡിലാണ് നമ്മൾ ട്രാവലിംഗ്. നല്ല ലാൻഡ്സ്കേപ്പാണ് കേട്ടോ, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പിലൂടെയാണ് ഇത് പോകുന്നത്. അധികം സ്പീഡൊന്നുമില്ല, എന്നാലും ഒരു ആവറേജ് സ്പീഡിലാണ് ബസ് പോണത്. എന്ന് വെച്ചാൽ ഇതൊരു ലിവ്ലിഹുഡാണ് അവിടെയുള്ള. അപ്പോൾ സ്പീഡ് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ കാണുന്ന ഈ മൗണ്ടൈൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് ആൽപ്സിൻ്റെ ഒരു സൈഡാണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഈസ്റ്റേൺ ആൽപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ബസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ്സ് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സുപ്പിറ്റ്സർ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ കാണുന്നതാണ് സുപ്പിറ്റ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാറൊക്കെ എടുത്ത് മേളിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടെ എത്തി, ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്തപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രിൽ തന്നെയാണ്, എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി, സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങി. ബസ് ഇനി കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാണുന്നതാണ് ലേക്ക്. നമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട്. നമ്മളവിടെ നിന്ന് നടന്ന് വന്ന് ഉള്ളൊരു വ്യൂ ആണ്, ഫസ്റ്റ് കാണുന്നൊരു വ്യൂ ആണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മൗണ്ടൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലേക്കാണത്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, നല്ല ക്ലാരിറ്റിയാണ് വെള്ളത്തിന്. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ പോലും നമുക്ക് പറ്റും. ചെറിയ രീതിയിലുള്ള ഈ പക്ഷികളൊക്കെ ഉണ്ട്, താറാവ് പോലത്തെ സാധനങ്ങൾ, പക്ഷേ നമുക്ക് നല്ല വൃത്തിക്കുള്ള വെള്ളമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ലേക്കിന് ചുറ്റുമുള്ള നടപ്പാതയാണ്. അവർ ലേക്കിന് ചുറ്റും ഇങ്ങനെ ഒരു ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് ഈ ലേക്ക് ചുറ്റിയിട്ട് നമുക്ക് വരാൻ പറ്റും. സമയമെടുക്കും, എന്തായാലും ഒരു 1.5 to 2 hours ഒക്കെ എടുക്കും ചുറ്റി തിരിച്ച് വരണമെങ്കിൽ. പക്ഷേ ആഗ്രഹമുള്ളവർക്ക് തിരിച്ച് പകുതി വരെ പോയിട്ട് നമുക്ക് തിരിച്ച് പോരാം. ജസ്റ്റ് ഒന്ന് നടന്ന് കാണണമെന്നുള്ളവർക്ക്. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് റൗണ്ട് അടിച്ച് കംപ്ലീറ്റ്ലി നമുക്ക് റൗണ്ടൊക്കെ അടിച്ച് വരാൻ പറ്റും. തിരിച്ച് വന്ന പോയിന്റിലേക്ക് തന്നെ എത്താൻ പറ്റും. നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, വളരെ ഭംഗിയാണ് കാണാനായിട്ട്, നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അത്രയും നല്ല വെള്ളമാണ് ഉള്ളത്. പിന്നെ ചുറ്റും പൈൻ മരങ്ങളൊക്കെ ഉണ്ട്, സൈഡിൽ ഇങ്ങനെ കല്ലുകളൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ ക്യാമറ വെച്ച് വെള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. നെക്സ്റ്റ് ടൈം ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിൽ ഇരിക്കാനായിട്ട് കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നടന്ന് ക്ഷീണിക്കുന്നവർക്കാണെങ്കിൽ ഇടയ്ക്ക് ഇതേപോലുള്ള സ്പോട്ടുകളിൽ വന്നിരിക്കാം, ലേക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കണ്ടിട്ട്. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കൈ പിടിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഈ കാണുന്നൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ചെറുതായിട്ടൊരു ഒരു പൗണ്ട് പോലെ ഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കാണാനായിട്ട്, അതുകൊണ്ട് അധികം അങ്ങ് ഇറങ്ങിപ്പോയില്ല. പിന്നെ നല്ലൊരു സീനിക് സ്പോട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ടൈൻസ് ഉണ്ട്, പൈൻ മരങ്ങൾ, അങ്ങനെ നല്ലൊരു സ്പോട്ടാണ്. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്നെടുക്കാൻ പറ്റും.
പിന്നെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഇതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ കാലൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാനുണ്ട്. കുറേ പേര് അവിടെ ചെയറൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കിഡ്സൊക്കെ ആയിട്ട് വന്നവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സ്വിമ്മിങ് അറിയാവുന്നവർക്ക് നമുക്ക് നീന്താൻ പറ്റും. പക്ഷെ തണുപ്പുണ്ട്, അത്യാവശ്യം ഒരുപാട് പേര് ഇവിടെ സൈക്കിളായിട്ട് ഇറങ്ങി നീന്താൻ. കുട്ടികളടക്കം വലിയവരും എല്ലാവരും കൂടെ സൈക്കിളിലൊക്കെ ഇവിടെ ചുറ്റും കറങ്ങി കാണാനായിട്ട് സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹെൽമെറ്റ്, അങ്ങനെ എല്ലാ സേഫ് ഗാർഡുകളും എല്ലാം ഉണ്ട്. ഇവർക്കൊരു ഹോബിയാണ്, മെയിൻ ഒരു ഹോബിയാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ജർമ്മൻകാർ അത്രയും ഫിറ്റ്നസ്സും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. പൊതുവെ പോകുന്നവരാണ് നമ്മുടെ കൂടെ വന്നവർ. അവർ നടന്നങ്ങ് പോകുന്നുണ്ട്. ഞാൻ പതുക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നടക്കുവാണ്. ലേക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കണം. എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഏതെങ്കിലും സ്ഥലങ്ങൾ നമുക്ക് കാണാം. Nee, ich kann nicht so schnell.